ക്ലീൻ ആക്കുന്ന പരിപാടിയാണ്. നിർബന്ധമായും നമ്മുടെ വീടുകളിലെ കുടിവെള്ള ടാങ്കുകൾ വൃത്തിയാക്കി സൂക്ഷിക്കണം. 3 മാസത്തിലൊരിക്കലെങ്കിലും ഈ ടാങ്കുകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാത്ത പക്ഷം ജലജന്യ രോഗങ്ങളായ ഛർദി, വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, ഷിഗല്ല ഇതുപോലുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ഈ കുടിവെള്ള ടാങ്ക് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതിൽ നിന്നും വരുന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഓക്കെ, നമ്മുടെ കുടിവെള്ള ടാങ്കുകൾ വൃത്തിയായി സൂക്ഷിക്കുക. ഇനി അതിൻ്റെ വൃത്തിയാക്കുന്ന ജോലിയാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ഓഫീസും മങ്കടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുടിവെള്ള ടാങ്കിൻ്റെ വൃത്തിയാക്കുന്ന വിധമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യം ഈ ടാങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നിറച്ച് ചളിയാണിപ്പോൾ ഈ ടാങ്കിൽ. ഇത് 1000 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഫുള്ള് ചളി, ചളി വന്ന് ചുവപ്പ് കളർ മാറി ഇപ്പോൾ കറുപ്പ് കളറായിട്ടുണ്ട്. ആ കറുപ്പ് കളറുള്ള കറ പിടിച്ചത്. ആദ്യം നമ്മൾ ടാങ്കിൽ വെള്ളം ഫുള്ള് കളയും. ഫുള്ള് കളഞ്ഞതിൻ്റെ ശേഷം ഈ മെഡിസിൻ ഉപയോഗിച്ചിട്ട് അരമണിക്കൂർ ടാങ്ക് അടച്ചിടും. അടച്ചിട്ടിട്ട് പിന്നെ തുറന്നിട്ടാണ് പിന്നെ നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്യും. പിന്നെ ലാസ്റ്റ് നമ്മൾ 2-3 പ്രാവശ്യം ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പാത്രം കഴുകുന്ന പൊടി, അതായത് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി കഴുകും. അതിൻ്റെ ശേഷം ലാസ്റ്റ് നമ്മൾ ക്ലോറിനേഷൻ നടത്തും. അപ്പോൾ നമുക്ക് ഇതിൽ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം കളയാണ്. നമ്മൾ ഒരു മോട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ആ വെള്ളം കളയുന്നത്. ഇപ്പോൾ ടാങ്കിലെ ഫുള്ള് വെള്ളം വറ്റിച്ചു. ഇപ്പോൾ ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ ലിക്വിഡ് ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ മരുന്ന് അടിക്കുന്നത്. ഇപ്പോൾ ടാങ്ക് ക്ലീൻ ആക്കൽ കഴിഞ്ഞു. നല്ല വൃത്തിയായിട്ടുണ്ട്. ചെളിയൊക്കെ പോയിട്ടുണ്ട്.